ഇന്ത്യയുടെ രാജ്യസഭയിലേക്ക് നമ്മളുടെ രാഷ്ട്രപതി പുതുതായി നോമിനേറ്റ് ചെയ്ത സുധാമൂർത്തി, അവരെ കുറിച്ച് നിങ്ങൾ അറിയണം. അതിനാണ് ഈ വീഡിയോ. കർണാടകത്തിൽ 1960കളിൽ ആരും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാതിരുന്ന കാലഘട്ടത്തിൽ ആദ്യമായി കർണാടക സംസ്ഥാനത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് അത് അന്നത്തെ പുരുഷന്മാരെല്ലാവരും തോപ്പിച്ച് സംസ്ഥാനത്ത് 1ാം റാങ്ക് നേടിയ വനിതയാണ് സുധാമൂർത്തി. എന്നിട്ട് അവർക്ക് ആരും ജോലി കൊടുത്തില്ല. കാര്യം മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആയിട്ട് വനിതകളെ ആർക്കും വേണ്ട. അങ്ങനെ അന്നത്തെ ഏറ്റവും മഹാനായ വ്യവസായി JRD ടാറ്റയെ പോയി നേരിട്ട് കണ്ട് ടാറ്റ കമ്പനിയിൽ ആദ്യമായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ട് കയറുന്ന വുമനായി അവർ മാറി. എന്നിട്ട് പിന്നീട് അവരുടെ ഭർത്താവ് നാരായണമൂർത്തി ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സോഫ്റ്റ്വെയർ കമ്പനി സ്ഥാപിച്ചതും ഇൻഫോസിസ് എന്ന് പറഞ്ഞ അറിയപ്പെട്ടതും അതിന്റെ ഭാഗമായി അവർ വലിയ പ്രശസ്തിയായതൊക്കെ പിന്നീടത്തെ ചരിത്രം. പക്ഷേ നമ്മൾ പിന്നെ അറിയേണ്ടത് അതുപോലെ തന്നെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായ ഋഷി സുനാഗ് അവരുടെ മരുമകനാണ്, സണ്ണിൻലോ ആണ്. ഒപ്പം അവർ വലിയൊരു സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതയാവുന്ന വ്യക്തിയും കൂടെയാണ്. ഇൻഫോസിസ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം വഴി അപ്പോൾ അവരെ ഇന്ത്യയുടെ രാജ്യസഭയിലേക്ക് ബഹുമാനാർത്ഥം ഇന്ത്യ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്.